ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ഞാൻ ഇവിടെ കടൽ കാണാൻ വന്നപ്പോൾ എന്നെ വളരെ രസിപ്പിച്ച കുറച്ച് നേരം കടൽ നോക്കിയിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു കുഞ്ഞ് ചിന്ത, അതാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ എല്ലാവരുടെ മുമ്പിലുണ്ടാകും. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, അല്ലേ? നമുക്ക് അങ്ങനെ ഒത്തിരി പേര് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത ആളുകളെ നമ്മൾക്ക് കാണുവാൻ കഴിയും. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാര്, ഈശോയുടെ ശിഷ്യന്മാര് ഗലീല കടലിലൂടെ അവരുടെ തോണിയിൽ സഞ്ചരിക്കുകയായിരുന്നു. വളരെ ശാന്തമായിരുന്ന ആ ഗലീല കടലിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ശക്തമായ കാറ്റും കോളും എല്ലാം ഉണ്ടായി. അവരുടെ തോണിയുണ്ടല്ലോ, അവർ സഞ്ചരിച്ച ആ തോണി ആ കടലിലെ തിരയിൽപ്പെട്ട് ആടി ഉലയുവാൻ തുടങ്ങി. ശക്തമായ ആടി ഉലയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ്, കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരാണ്, നമ്മുടെ അരൂപിയാൽ അനുഗ്രഹിക്കപ്പെട്ട, പിതാവിനാൽ പേർ വിളിച്ച് ചേർക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ശിഷ്യന്മാര് അങ്ങനെ ആ തിരയിൽ, ശക്തമായ തിരയിൽ പെട്ട് ആടി ഉലഞ്ഞ് മാനസികമായി തകർന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കുന്നു, ശക്തമായി അപേക്ഷിക്കുന്നു. പക്ഷെ കടലിലെ തിര അടങ്ങുന്നില്ല. ഇവർക്ക് അറിയാം ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ്. ഈ ശിഷ്യഗണങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ പല അത്ഭുതങ്ങളും, ഈശോയുടെ നാമത്തിൽ പല അത്ഭുതങ്ങളും അവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് അവര് മാനസികമായി ഒന്ന് തകർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ദൂരെ നോക്കുമ്പോഴുണ്ട്, ദേ വെള്ളത്തിന്റെ മേളിൽ കൂടെ ഒരാൾ നടന്നു വരുന്നു. നമ്മുടെ ഈശോ ഇങ്ങനെ വെള്ളത്തിന്റെ മേളിൽ കൂടെ, ആ തിരയുടെ മേളിൽ കൂടെ, എൻ്റെ മക്കളെ നിങ്ങൾ എന്തിനാ പേടിക്കണേ എന്ന് ചോദിച്ചുകൊണ്ട് ഈശോ നടന്നു വരികയാണ്. ഈശോ വരുന്ന കണ്ടപ്പോൾ ആദ്യം പ്രേതമാണ്, ഭൂതമാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പോലും ഈശോയെ അവരുടെ മാനസിക ടെൻഷൻ കാരണം, അവരുടെ ഭയം കാരണം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവര് അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഇവർക്കൊരു സംശയം. പിന്നെ നമുക്കറിയാലോ, നമ്മുടെ പത്രോസ്ലീഹ അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വെച്ചിട്ട്, കർത്താവേ നീയാണ് എന്ന് എനിക്കറിയാം, എനിക്ക് കടലിൻ്റെ മേളിൽ കൂടെ നടന്ന് അങ്ങയുടെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് പറഞ്ഞു, ശരി നീ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് ദൈവം കൈ കാണിച്ച് സ്ലീഹയെ വിളിച്ചു. സ്ലീഹ പതുക്കെ വെള്ളത്തിലേക്ക് കാല് വെച്ചു. അദ്ദേഹം കാല് വെച്ചപ്പോൾ താഴുന്നില്ല. അദ്ദേഹം വെള്ളത്തിന്റെ മേളിൽ കൂടെ കർത്താവിനടുത്തേക്ക് നടന്നു ചെല്ലാൻ തുടങ്ങി. ബാക്കി എല്ലാവരും അതിശയത്തോടെ നോക്കി നിൽക്കുക. കാരണം ശ്രീഹദേ നടന്നു പോകുന്നു. ആരുടെ അടുത്തേക്ക്? ഈശോയുടെ അടുത്തേക്ക് നടന്നു പോവുകയാണ്. തിരക്ക് കുറവുണ്ടോ? കാറ്റിന് കുറവുണ്ടോ? പ്രശ്നങ്ങൾക്ക് കുറവുണ്ടോ? ഒന്നിനും കുറവില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തും ഇതുപോലെയാണ്. സർവ്വ പ്രശ്നങ്ങളുടെ മധ്യയും നമ്മൾ യാതൊരു ഭയവുമില്ലാതെ നമ്മളൊന്ന് മാനസികമായി വളരെ ശക്തി പ്രാപിച്ച് ഈശോയെ മുന്നിൽ കണ്ട് നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. സംഭവിക്കും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, എൻ്റെ ചുറ്റുവട്ടത്ത് വെച്ച്, എൻ്റെ സമൂഹത്തിൽ വെച്ച് ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുമെന്ന് നമ്മൾ വളരെയധികം വിശ്വസിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ സ്ലീഹ ഈശോയുടെ തൊട്ടടുത്ത് ചെന്നപ്പോഴത്തേക്ക്, ഈശോയുടെ മുമ്പിൽ ചെന്നപ്പോൾ പുള്ളിക്കൊരു സംശയം, ഞാൻ എവിടെയാണ് നടക്കണത്? ഞാൻ ബോട്ടിലാണോ നടക്കണേ? ഞാൻ കടൽക്കരയിലാണോ നടക്കണേ? അല്ല, ഞാൻ നടക്കണ വെള്ളത്തിലാണ്. ഈശോയെ പിടിച്ചോ എന്ന് പറഞ്ഞു മാത്രം പുള്ളിക്ക് ഓർമ്മയുണ്ട്. പുള്ളി വെള്ളത്തിൽ താഴാൻ തുടങ്ങി. ഈശോ സ്നേഹപൂർവ്വം കൈനീട്ടി അദ്ദേഹത്തെ പിടിച്ച് സ്വസ്ഥമായി സമാധാനത്തോടു കൂടി ആ വള്ളത്തിൽ കൊണ്ടുവന്നിരുത്തി. ഇതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്നറിയോ? നമ്മൾ ഈശോയെ കാണുന്ന സമയത്ത് തൊട്ടു മുമ്പിൽ ചെല്ലുമ്പോൾ പോലും നമ്മൾ ഈശോ നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ എവിടെയോ സംശയിച്ചു പോകുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥന ശരിയല്ലാഞ്ഞിട്ടല്ല, നമ്മുടെയൊക്കെ പ്രാർത്ഥന ഈശോ കേൾക്കാഞ്ഞിട്ടല്ല. ഇന്നു മുതൽ നമ്മൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. ഉറപ്പായും എത്ര ശക്തമായ തിരമാലകളുണ്ടെങ്കിലും, നീ എത്ര മുങ്ങിത്താണു പോയാലും എന്നെയും നിന്നെയും രക്ഷിക്കാനായിട്ട് ഈശോ തൻ്റെ കൈ നീട്ടും. ഉറപ്പാണ്, നിശ്ചയമാണ്.
അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.